ഇത്രയും സ്ലോ മോഷനിലുള്ള നടത്തം നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാകില്ല. ചന്തയ്ക്ക് റെഡി ആയിട്ട് വരികയാണ്, മടി കൊണ്ടുള്ള വാക്കിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഏട്ടൻ പറയണ വേഗം വാ, മഴ ഉണ്ടാവും, നമുക്ക് കുട്ടികളെയും കൊണ്ട് പോകണതല്ലേ, നേരത്തെ പോയിട്ട് വരാമെന്ന്. പക്ഷെ നമ്മളെവിടെ പറഞ്ഞാൽ കേൾക്കാനാണ്. ഏട്ടൻ പറഞ്ഞ പോലെ അവിടെ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. കുറേ നേരം കാറിലിരിക്കേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കുറേ ദൂരം നടന്നു, കുറേ ദൂരം അവളെ എടുത്ത് നടന്നു. അങ്ങനെ നമ്മൾ ചന്ത എത്തി. എല്ലാ സാധനങ്ങളും ചന്ത ഉണ്ടാവും. പിന്നെ ഓണച്ചന്തയാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാ സകലമാന സാധനങ്ങളും അവിടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ചന്ത എത്തി. എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയും ആ അറ്റം തൊട്ട് ഈ അറ്റം വരെയും നടക്കും. കാരണം ഏതിനൊക്കെ വില കുറവാണ്, ഏതിനൊക്കെ വില കൂടുതലാണെന്ന് നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ഈ തലേന്ന് ഞാൻ നടന്നു പോകും കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നോട് പറയുകയാണ്, നീ ഒരെവിടെ നിന്ന് വാങ്ങിക്കി ചെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, അത് നമ്മുടെ ഒരു പോളിസിയാണല്ലോ. അങ്ങനെ ഈ അറ്റത്തുനിന്ന് ആദ്യം നടന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടോ. മഴയായിട്ട് തിരക്കുണ്ടാകില്ല എന്ന് വിചാരിച്ചെങ്കിലും അമ്മി തിരക്കുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കവറിലാക്കിയിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഈ കടല കണ്ട എന്താ ഒരു സൂക്കേടെന്ന് അറിയില്ല. കടല കണ്ടു കഴിഞ്ഞാൽ എവിടെ നിന്നാലും അവിടെ നിന്ന് കഴിക്കണം. അതെന്താണെന്നറിയില്ല, അമ്മയും മക്കൾക്ക് അതൊരു സൂക്കേടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഏട്ടൻ കറുവേപ്പിലയും മല്ലിയിലയും നേന്ത്രക്കായൊക്കെ ഇല്ലാണ്ട് എന്തോ ഓണം. പിന്നെ തിരിച്ച് വരുമ്പോൾ ഈ കടല 3 പേർക്ക് 3 പാക്കായിട്ടാണ് വാങ്ങിച്ചത്. കാരണം ഇല്ലെങ്കിൽ അമ്മയും മക്കളും കൂടി അടിയാവുന്ന ഏട്ടന് നല്ല ബോധം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കൊണ്ട് കാറിൽ വെച്ചിട്ട് വന്നിട്ട് എന്തായാലും സമയം വൈകിയപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കിഴിപ്പൊറോട്ടയും നൂൽപ്പൊറോട്ടയും ബൺപൊറോട്ടയൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്തോ അത് കഴിച്ചപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ കഴിക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പൂവും ദൈവത്തിന് വെക്കാനുള്ള റോസ് പൂവൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.